ഓക്കെ. അപ്പൊ നമ്മുടെ മലയാളം ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? അമ്മയുടെ കൂടെ ഇരുന്ന് എടുത്താൽ മതി കേട്ടോ. ബുക്കൊന്നും ഒരു കാരണവശാലും ആരും നശിപ്പിക്കരുതല്ലേ. നമുക്കിത് ഈ ഒരു വർഷം ഉപയോഗിക്കാനുള്ളതാണ്. പിന്നെയും നമുക്ക് ഉപയോഗിക്കാം അല്ലേ. അപ്പോ ഒരു പൊടി പോലും വരുത്തരുതല്ലേ. അങ്ങനെ സൂക്ഷിച്ച് വയ്ക്കണം. ഇങ്ങനെ എടുത്ത് ചാടാനോ കീറിക്കളയാനോ ഒന്നും പാടില്ല കേട്ടോ. എല്ലാ മക്കളും സൂക്ഷിച്ചു വെക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ മലയാളത്തിന്റെ ടെക്സ്റ്റ് ബുക്ക് അല്ലേ. ഒരു കുഞ്ഞോമൻ അവിടെ ഉണ്ട് അല്ലേ ഇരിക്കുന്ന, നിങ്ങളെ പോലത്തെ ഒരു സുന്ദരി ഇവിടെ ഇരിക്കുന്നുണ്ട് ടീച്ചറിൽ കണ്ടോ. അതെന്താ എഴുതിയെന്നറിയോ? ഇത് തളിര് അല്ലേ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ മലയാളം ടെക്സ്റ്റ് ബുക്കിന്റെ പേരെന്താ? എന്താണ്? തളിര് അല്ലെ. തളിര് എന്നാണ് നമ്മുടെ മലയാളം ടെക്സ്റ്റ് ബുക്കിന്റെ പേര്. തളിര് എന്ന് പറഞ്ഞു നോക്കി എല്ലാവരും. തളിര് അല്ലെ. തളിര് എന്നാണ് പേര് ഇതിന്റെ. നിങ്ങളും തളിരായ കുട്ടികളാണ്. അതായത് ചെറിയ അല്ലെ, ഇളം എന്നൊക്കെ പറയും അല്ലെ. നിങ്ങളും കുഞ്ഞു മക്കളാണ് അല്ലെ. അതുപോലെ തന്നെയാണ് ഈ ടെക്സ്റ്റ് ബുക്കും. തളിര്. ഈ നമ്മുടെ ഓരോരോ ചെടികൾക്കെല്ലാം തളിര് ഇല വരുന്ന കണ്ടിട്ടുണ്ടോ? ഇല ചെടികളുണ്ടോ നിങ്ങളുടെ വീട്ടില്? ഉണ്ടോ? ആഷ്നിക്കുട്ടി, ചെടി ഉണ്ടോ നിങ്ങളുടെ വീട്ടില്? ആഷ്നി ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. ഉണ്ടോ? ഉണ്ട് അല്ലേ. അപ്പൊ ചെടികളുണ്ട്. അപ്പൊ ആ ചെടികൾക്കല്ലേ ഇല വരുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇലയുണ്ടോ ചെടിക്ക്? ഇലയുണ്ടോ ചെടിക്ക്? ഇലയുണ്ടോ ജാനകി? ഉണ്ടോ? ചെടികൾക്ക് ഇലയുണ്ടോ? നിങ്ങൾ കാണാറുണ്ടോ ഇലകള്? ഓക്കെ. ഇലകൾക്ക് എന്ത് കളറാ? ഇലകൾക്ക് എന്ത് നിറമാണ്? പച്ചയാണ് അല്ലേ. ഇലകൾക്ക് പച്ച നിറമാണ് അല്ലെ. എന്ത് നിറമാണ്? പച്ച. ഈ ഒരു പച്ച കളർ ഉണ്ടാവും അല്ലെ. ഇതാണ് ഗ്രീൻ. പച്ച എന്താണ് ഇംഗ്ലീഷിൽ പറയുക? ഗ്രീൻ അല്ലെ. ഗ്രീൻ കളറാണ് ഉണ്ടാവുക. ഇലകൾക്ക് ഏത് കളർ ഉണ്ടാവും? ഗ്രീൻ കളർ ഉണ്ടാവും അല്ലെ. ഓക്കെ. അപ്പോ ആ ഇലകൾ നിങ്ങൾ വരുന്നത് കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് തളിര്. ആദ്യം ഉണ്ടാവുന്ന ഇല ഏതാ? തളിരിലയായിരിക്കും അല്ലെ. ഇളം ഇലകള് അല്ലെ. അതിന് ചെറിയൊരു കളറിന് കുറച്ച് മാറ്റം ഉണ്ടാവും. അതുപോലെ ഇതും ഒരു തളിര് പുസ്തകമാണ് അല്ലെ. അതായത് കുഞ്ഞു മക്കൾക്ക് പഠിക്കേണ്ട, ആദ്യം ഉണ്ടാവുന്ന മക്കൾക്ക് പഠിക്കേണ്ട പുസ്തകം അല്ലെ. ആദ്യം ഉണ്ടാവുന്ന ഇലയല്ലേ തളിരല്ല. പിന്നെ അത് വലിയ കട്ടിയാവും അല്ലെ. നല്ല വലിയ ഇലയാവും. ചെടികൾക്ക് പിന്നെ എന്തെങ്കിലും ഉണ്ടാവുമോ? ഈ ഇലകൾ മാത്രമേ ഉണ്ടാവൂ. ആണോ? ആണോ ആൻഡ്രിയ? ചെടികൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാവുമോ? ഇലകളല്ലാതെ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പൂക്കൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഫ്ലവേഴ്സ് കണ്ടിട്ടുണ്ട് നമ്മള്. ഒരുപാട് പൂക്കൾ ഉണ്ടാവും അല്ലെ ചെടികൾക്ക് അല്ലേ. ഉണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. ഉണ്ട് അല്ലെ. അപ്പൊ പൂക്കൾ ഉണ്ടാവും. വിവിധ കളറിലുള്ള വിവിധ നിറത്തിലുള്ള ഒരുപാട് പൂക്കളുണ്ടല്ലേ. ഒരുപാട് ചെടികളും ഉണ്ട്. ഓക്കെ. അപ്പോ നമുക്കിപ്പോ ഇതിൽ പഠിക്കാനുള്ളത് നമ്മുടെ ഈ ടെക്സ്റ്റിന്റെ പേരെന്താണ്? തളിര്. എന്താ മിസ് പറഞ്ഞത്? എന്താണ് ടെക്സ്റ്റിന്റെ പേര് പറഞ്ഞത്? ഇപ്പൊ നമ്മള് ജുവാന അല്ല ജുവൽ. എന്താണ് ഈ ടെക്സ്റ്റിന്റെ പേരെന്താ ഇപ്പൊ മിസ് പറഞ്ഞത്? തളിര് അല്ലെ. തളിര് എന്നാണ് ഈ ടെക്സ്റ്റ് ബുക്കിന്റെ പേര്. തളിര്. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്കാണ് നമുക്ക് ഈ ഒരു വർഷം ഹോൾ ഇയറിൽ, അതായത് ഈ വർഷം മുഴുവൻ നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു ടെക്സ്റ്റ് ബുക്കാണ് അല്ലെ. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒരുപാടൊന്നും പഠിക്കാനില്ല, കുറച്ച് ഭാഗം അല്ലെ. അപ്പൊ അതിന്റെ ടെക്സ്റ്റിന്റെ പേരാണ് തളിര് അല്ലെ.
ഓക്കെ. അപ്പൊ ഇലകളുടെ നിറം നമ്മൾ ഇന്ന് പഠിച്ചു. ഏത് കളറാണ് ഇലകളുടെ നിറം ഏതാണെന്നാ പറഞ്ഞത് നമ്മളിപ്പോ? നിങ്ങൾ തന്നെ മിസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു തന്നെയാണ്. ഏതാണ് ഏതാണ് തനുസേ? ഓക്കെ, പച്ച അല്ലെ, ഗ്രീൻ കളറാണ് ഇലകൾക്കുള്ളത്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഇലകൾക്ക് കുറെ ചെടികൾക്ക് പൂവുകൾ ഉണ്ടാവും അല്ലെ, പല നിറത്തിലുള്ള പൂവുകളും ഉണ്ട് അല്ലെ, പലതരം ചെടികളുണ്ട്, പൂവുകളുണ്ട്. ഏതൊക്കെ കളറിലുണ്ടാവും? ഇപ്പൊ ചുവന്ന റോസാ പുഷ്പമുണ്ട് അല്ലെ, അതിന്റെ കളർ ഏതാ? ചുവപ്പ് അല്ലെ, റെഡ് കളർ ആയിരിക്കും. അപ്പൊ മിസ് ഇത്രേ പറഞ്ഞു വന്നത് എന്ത്? നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്ക്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ പേര് തളിര് എന്നാണ്. അപ്പൊ അതാരും മറന്നു പോകരുത് കേട്ടോ. നമ്മുടെ ഏത് ടെക്സ്റ്റ് ബുക്കാ പഠിക്കുന്നത് വെച്ചാൽ ഏതാ? തളിര് എന്നാണ് അല്ലെ. അപ്പോ തളിരിന്റെ ഫസ്റ്റ് പേജ് ഒന്ന് നിവർത്തി നോക്കിയേ നിങ്ങള്. ഓൾ ഓഫ് ലിസൺ ഹിയർ. എല്ലാരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചേന്ന് മക്കള്. ഇത് കണ്ടോ? ഫസ്റ്റ് പേജ് ഒന്ന് തുറന്നു നോക്കിയ എല്ലാ മക്കളും. ഫസ്റ്റ് പേജ് ഇങ്ങനെ ഉണ്ടാവും. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു തളിര് അല്ലെ. മധുമൊഴി മലയാളം കൂടി ഉണ്ട്, അതൊന്നും നിങ്ങൾ വായിക്കണ്ട കേട്ടോ. അടുത്ത പേജിലുള്ളത് കണ്ടോ? ഇതാണ്, അതായത് പേജ് നമ്പർ 3 ഉള്ളത്, 3-ാമത്തെ പേജിൽ. കണ്ടോ നിങ്ങള്? നിങ്ങൾ തന്നെ പറയണം ഇത് ആരാണെന്ന്. ആരാ നിഹാര? ഒരു മോളും ഒരു അമ്മയും ഉണ്ടല്ലേ ചിത്രത്തില്. ഒരു മോളും ഒരു അമ്മയും ഉണ്ട് ഈ ചിത്രത്തില് അല്ലേ. നിങ്ങളുടെ കൂടി ഉണ്ടല്ലോ ഇപ്പൊ അമ്മ ഉണ്ടോ? അതെ, ഓക്കെ. അമ്മേനെ എടുത്തിട്ടു, അമ്മ കുഞ്ഞിനെ എടുത്തിട്ടും ഉണ്ട് അല്ലേ. അതിന്റെ താഴെ ആരാ ഉള്ളത്? അതിന്റെ താഴെ ആരാ? ആരാ ഉള്ളത് താഴെ ചിത്രത്തില്? നമ്മുടെ ഈ പേജിൽ തന്നെ ആനയുണ്ടല്ലേ. എന്താണ് ആനയുടെ നിറം? ബ്ലാക്ക്. ഓക്കെ, വെരി ഗുഡ്. ബ്ലാക്ക് കളർ അല്ലേ. ഓക്കെ, കറുപ്പ് നിറമാണ് ആനയ്ക്കുള്ളത് അല്ലേ. നമ്മുടെ ഈ തലമുടിയുടെ കളർ എന്താണ്? നിറം എന്താണ്? ബ്ലാക്ക്. ഓക്കെ, വെരി ഗുഡ്. ബ്ലാക്ക് ആണ് അല്ലേ. അപ്പൊ തലമുടിക്കും ബ്ലാക്ക് കളറാണെന്ന് നമ്മൾ പഠിച്ചു. ആനയ്ക്കും എന്താണ്? കറുപ്പ് നിറം തന്നെയാണ് അല്ലേ. അതുപോലെ ഇലകൾക്ക് പച്ച നിറം. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് അമ്മേനെ കണ്ടു, കുഞ്ഞിനെ കണ്ടു, ആനയെ കണ്ടു അല്ലെ. 3 കാര്യങ്ങൾ ഇവിടെ നമ്മൾ കണ്ടില്ലേ? ഓക്കെ. അപ്പോ ആരാ ഈ അമ്മ? നിങ്ങൾക്കറിയാം അമ്മേന? എല്ലാവർക്കും അറിയാം അല്ലെ. ഒരു സ്നേഹനിധിയായ അമ്മ എല്ലാവർക്കും ഉണ്ട് അല്ലെ. മടിയിലെല്ലാം വെച്ചിരിക്കുന്നുണ്ട് ഓരോരാളും അല്ലെ. ജുവലിനെല്ലൊക്കെ മടിയിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ അമ്മ ഇരിക്കുന്നുണ്ട് അവിടെ ഉണ്ടോ? അപ്പൊ എല്ലാരടുത്തും അമ്മയുണ്ട് അല്ലേ. ഓക്കെ. അപ്പൊ ഈ അമ്മയെയും ഈ ആനേനും പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അല്ലെ. ആരെയൊക്കെ? അമ്മയെ, പിന്നെ ആരെ? ആനയെ. നിങ്ങൾക്ക് അറിയാല്ലേ ഓൾറെഡി അമ്മ ആരാന്ന്? അറിയാലോ. നിങ്ങളുടെ അമ്മേനെ നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം അല്ലേ. അപ്പോ എന്തൊക്കെയാ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് നോക്കാം. ഒന്ന് നോക്കണേ, ആ പുസ്തകത്തിലേക്ക് നോക്കണേ. ഇതാണ് ടീച്ചർ മിസ് പറഞ്ഞത്, കണ്ടോ? എന്താണ് ആ ലൈൻസ് നമുക്ക് നോക്കാലാ. അമ്മ അമ്മ, അമ്മയെ പോലെ മലയാളം. എങ്ങനെയാ? ഒന്ന് പറഞ്ഞു നോക്കിയേ, മിസ്സിന്റെ കൂടെ ഒന്ന് വായിച്ചു നോക്കിയ എല്ലാവരും. അറിയോ? നമ്മുടെ സ്വരാക്ഷരങ്ങളിലത്തെ ഫസ്റ്റ് ലെറ്റർ, ആദ്യത്തെ അക്ഷരമാണ് എന്ത്? അല്ലേ. മലയാളം സ്വരാക്ഷരത്തിലെ ആദ്യത്തെ അക്ഷരമാണ് അതാണ് അവിടെ എഴുതിയിട്ട് കാണുന്നത്. അമ്മ അമ്മ,
അമ്മയെ പോലെ മലയാളം എന്നാ പറഞ്ഞത്. അപ്പൊ അമ്മയെ നിങ്ങൾക്കറിയാം. അമ്മ നിങ്ങൾക്ക് എങ്ങനെയാ? അതുപോലെയാണ് മലയാളം എന്നാണ് ഇതിൽ പറയുന്നത് അല്ലേ? അമ്മ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്തിനും അല്ലേ? നിങ്ങൾക്ക് എല്ലാം അമ്മയാണ് അല്ലേ? ഇതാ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നുണ്ട് എല്ലാവരെയും. ചിലവരെ എടുത്തിട്ടുണ്ട്, ചിലവരെ മടിയിൽ ഇരുത്തിയിട്ടുണ്ട് അല്ലേ? അമ്മയായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് തന്നിട്ടുണ്ടാവുക. അമ്മയാണ് എല്ലാം നമുക്ക് അല്ലേ? അതുപോലെ. അപ്പൊ എന്താ പറഞ്ഞത്? അമ്മ അമ്മ അമ്മയെ പോലെ മലയാളം. പിന്നെ അടുത്ത ലൈൻ എന്താ നോക്ക നമുക്ക്. എല്ലാരും പാടുന്നുണ്ടോ അവിടുന്ന്? ഒന്ന് ഉറക്കെ ചൊല്ലിയേ. അമ്മ അമ്മ അമ്മയെ പോലെ മലയാളം. നോക്കട്ടെ എത്ര ആള് ചൊല്ലുന്നുണ്ട് നോക്കട്ടെ മിസ്. അമ്മ അമ്മ അമ്മയെ പോലെ മലയാളം. അനുശ്രീ പാടുന്നുണ്ട് ഉറക്കെ, വായോണ്ട് ഇങ്ങനെ അനങ്ങുന്നു നല്ല പോലെ അല്ലേ? ഓക്കെ, ഒന്നുകൂടി പറയാം മിസ്. പറഞ്ഞേ. അർണവ് എവിടെയാ പോന്നേ? Where are you going, Arnav? Sit down. Okay, നല്ല മോനായി അവിടെ ഇരുന്നേ. ഗുഡ് ബോയ് അല്ലേ? അമ്മ അമ്മ അമ്മയെ പോലെ മലയാളം. ഉറക്കെ ചൊല്ലിയെന്നേ. മാനവ ഉറക്കത്ത് ചൊല്ലുന്നുണ്ടോ? ഡിയോൺ ജേക്ക് ജെയ്സൺ ചൊല്ലുന്നുണ്ട്. അമ്മ അമ്മ അമ്മയെ പോലെ മലയാളം. അമ്മയെ പോലെ മലയാളം. പാടി എല്ലാവരും. അമ്മ അമ്മ അമ്മയെ പോലെ മലയാളം. ജുവൽ സിജു പാടുന്നില്ലേ മോള്? നല്ല മോളായിട്ട് ഇരിക്കുന്നുണ്ട് അമ്മയുടെ മടിയില് അല്ലേ? വേഗം പാടിയേ. ദക്ഷിണ പാടുന്നുണ്ടോ? ദക്ഷിണ സായൊക്കെ പാടുന്നുണ്ടോ? ആരൊക്കെയാ അവിടെ പാടാത്തെ? അഞ്ജിത പാടുന്നുണ്ടോ? അഞ്ജിത പാടുന്നുണ്ട്, നല്ല ആടി പാടുന്നുണ്ട് അഞ്ജിത അല്ലേ? അഞ്ജിത കുട്ടി. ഓ, അപ്പൊ അഞ്ജിത, അനുശ്രീ, ഏഞ്ചൽ മരിയ, തനുസ് കൃഷ്ണ, ജുവൽ സിജു, അൻഷിക പി, മുഹമ്മദ് ഫൈസാൻ, ഹനിയ ഫാത്തിമ, സായക്ക്, മാനവ് ഷെജു, നിഹാരാൻ നിഹാൽ, ദക്ഷിണ പ്രിയേഷ്, റിദ ഫാത്തിമ പി പി, ധൻദേവ് കെ സുനീഷ്, ഫാത്തിമ എം, മുഹമ്മദ് സയാൻ, ഏഞ്ചൽ മരിയ ടി പി, യാൻദേവ് ദീഷ്, ആഷ്നി, റിഷാൻ, ഡിയോൺ ജേക്ക് ജേസൺ, ദക്ഷിത് എം സന്ദീപ്, നിദ ഫാത്തിമയുടെ മുഹമ്മദ്. നിദയുടെ പേര് മാറ്റി അവിടെ മുഹമ്മദിന്റെ പേര് ടൈപ്പ് ചെയ്യണം കേട്ടോ ക്ലാസ് കയറുമ്പോ. അറ്റൻഡൻസിൽ നമുക്ക് എളുപ്പമാവും. ഓക്കെ, ഇനി ആരാ പഠിച്ചത്? അമ്മ അമ്മ അമ്മയെ പോലെ മലയാളം. ആഷിൽ ദേവ് പഠിച്ചോ? ആഷിൽ ദേവ്. അമ്മ അമ്മ അമ്മയെ പോലെ അമ്മയെ പോലെ മലയാളം. അടുത്ത 2 ലൈൻസും കൂടി ഉണ്ടായി നമുക്ക് ഇന്ന് പഠിക്കണ്ട കേട്ടോ, ഒരുപാടാവും. ഇപ്പൊ നമ്മൾ 2 ലൈനേ പഠിച്ചിട്ടുള്ളൂ. എന്ത്?
അമ്മ അമ്മയെ പോലെ മലയാളം. ആ അമ്മ അമ്മ അമ്മയെ പോലെ മലയാളം. അമ്മ 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 പോലെ മലയാളം. അപ്പോ മിസ് ഒന്നുകൂടി പറയാ, ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഈ ടെക്സ്റ്റ് ബുക്കിന്റെ പേരെന്താണ് പഠിച്ചു? തളിര്. നെക്സ്റ്റ് നമ്മുടെ ഇലകളുടെ കളർ എന്താണെന്ന് പഠിച്ചു അല്ലേ? എന്ത് പച്ച നിറമാണെന്ന് പഠിച്ചു, ഗ്രീൻ കളർ. നെക്സ്റ്റ് ആനയുടെ നിറം എന്താണെന്ന് പഠിച്ചു, എന്ത് ബ്ലാക്ക് കളർ അല്ലേ, കറുപ്പ് നിറം. പിന്നെ എന്ത് പഠിച്ചു? അമ്മയെ നമുക്ക് നല്ലതുപോലെ അറിയാം, അതുപോലെയാണ് മലയാള ഭാഷ എന്നും പഠിച്ചു അല്ലേ? അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചേ. അടുത്ത ദിവസം മിസ് ചോദിക്കുമ്പോ ഓർമ്മ വേണേ. എന്തൊക്കെ? ആ അമ്മ അമ്മ അമ്മയെ പോലെ മലയാളം. ഈ 2 ലൈൻസ് പഠിക്കണേ. അടുത്ത 2 ലൈൻസ് ആനയെ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം അല്ലെ? ആകാശത്തിൽ ആനയെയും ആകാശത്തെയും ഇനി അടുത്ത ദിവസം പഠിക്കാം. അപ്പൊ നമ്മളിപ്പോ എന്ത് പഠിച്ചു? അമ്മയെ പഠിച്ചു, മലയാളത്തിനെ പറ്റി പഠിച്ചു അല്ലേ? ഓക്കെ. അപ്പൊ തളിര് എന്ന് പറഞ്ഞാ എങ്ങനെയാ? ഇളമ്മലയാണ് തളിര് അല്ലേ? അതുപോലെ നമ്മളിത് പഠിക്കാൻ പോകുന്നല്ലേ? അമ്മയെ പോലെ മലയാളം. പറയണം. അമ്മയെ പോലെ മലയാളം. ഓക്കെ. പിന്നെന്താ? ഇനി അടുത്ത കുറച്ച് പേരെയും കൂടെ അറ്റൻഡൻസ് വിളിക്കാനുണ്ട്. മിസ് വിളിക്കുന്നുണ്ട്. ഇനി അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ അറ്റൻഡൻസ് വിളിക്കുമ്പോ എന്ത് പറയണം? പ്രസന്റ് പറയണേ. ഓക്കെ. ആഷിൽ ദേവ്, അക്ഷര, കശ്യപ്, ദക്ഷ പ്രദീപ്, മാനവ് ഷൈജു, നക്ഷര ഷഹൽ പി എസ്, അൻവിത പി വി, ആൻഡ്രിയ തെരേസ്, ആൻവി രതീഷ്, ഋഷിദേവ്, ദക്ഷിത് എം സന്ദീപ്, ഈവ, ജ്വാന സിന മനു, ബ്രാൻഡ് ചിന്നാവ് മാത്യു, മുഹമ്മദ് റിസ്വാൻ, വൈഷ്ണവ് കെ പി, മുഹമ്മദ് റിഹാൻ, ജോസി ജയ്മോൻ, നെക്സ്റ്റ് അഞ്ജിത അല്ലേ? ഓക്കെ. അപ്പൊ നമ്മളിന്ന് പഠിച്ചത് എല്ലാവരും അടുത്ത ദിവസത്തേക്ക് ഓർമ്മിക്കണം. എന്തൊക്കെ പഠിച്ചു നമ്മള്? അമ്മ അമ്മ അമ്മയെ പോലെ മലയാളം. ആന 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 കേറാമല ആകാശം. അതാണ് 4 അല്ലേ? എന്തൊക്കെയാണ്? അമ്മ അമ്മ അമ്മയെ പോലെ മലയാളം. ആന 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 കേറാമല ആകാശം. ആന കേറാമല, അനക്കേറാൻ പറ്റാത്ത മലയാണ് ഏത്? ആകാശമാണെന്നും കൂടിയാണ് ആ രണ്ടാമത്തെ അടുത്ത ലൈൻസിൽ പറയുന്നത് അല്ലേ? ആനയെ നിങ്ങൾക്ക് അറിയാലേ, വലിയതാണ് ആന അല്ലേ? കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ഏത്? ആന അല്ലേ? ആനക്ക് എങ്ങനെയാ? വലിയ തുമ്പിക്കൈ ഉണ്ടാവും അല്ലെ? ഇന്ന് നമ്മൾ ആരോ ആനയുടെ ഒരു പാട്ട് പാടിയില്ലേ അല്ലേ? ഇങ്ങനെ ആനപ്പാട്ട് പാടിയിട്ടുണ്ടായിരുന്നല്ലോ ആരോ. തുമ്പിക്കൈ ഉണ്ട്, വലിയ വയറുണ്ട് അല്ലെ? കുട പോലുള്ള എന്തുണ്ട്? ചെവിയുണ്ട് ഒക്കെ പറഞ്ഞു. മുറം പോലുള്ള ചെവിയുണ്ട് ഒക്കെ പറഞ്ഞു നമ്മൾ ഇന്നലെ. അതുപോലെ ആകാശത്തിനെ പറ്റി ഇവിടെ പറയുന്നതല്ലേ? നമുക്ക് കയറാൻ പറ്റാത്ത മലയാണ് ഇത്? ആകാശം. ആകാശത്ത് എന്തൊക്കെ ഉണ്ടാവും മക്കളെ? എന്താ ഉണ്ടാവുക അനുഷിക കുട്ടി? ആകാശം നിങ്ങൾ നോക്കാറുണ്ടോ എപ്പോഴെങ്കിലും? എന്താ ഉണ്ടാവുക അവിടെ? നക്ഷത്രങ്ങൾ ഉണ്ടാവും അല്ലേ? ഓക്കെ. രാത്രിയില് അമ്പിളി അമ്മാമൻ ഉണ്ടാവാറുണ്ട് അല്ലേ? ഓക്കെ. ആകാശം. അമ്പിളി അമ്മാമനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പൊ എന്താ ആഷ്നി അവിടെ കാര്യമായിട്ട് പാട്ട് പാടുന്നുണ്ടല്ലോ അല്ലേ ആഷ്നി? ദക്ഷിണ പഠിച്ചോ? ദക്ഷിത് പഠിച്ചോ മോനെ? സായക്ക്. അപ്പൊ എല്ലാവരും ഇത് പഠിക്കണേ.
എന്താ പഠിക്കേണ്ടത്? ആ പാട്ട് ഇങ്ങനെ പാടി പഠിക്കണം കേട്ടോ. നിങ്ങളിങ്ങനെ പുസ്തകം എടുത്ത് വായിക്കണമെന്നൊന്നുമില്ല കേട്ടോ. എങ്ങനെയാണ് ആ പാട്ട്? ധൻദേവ് എന്താ പറയുന്നത്? ധൻദേവ് ഉറപ്പ് തോന്നുന്നുണ്ടോ ധൻദേവിന്? റിഷാൻ പഠിച്ചോ? റിഷാനെ അഞ്ചിത കുട്ടി പഠിച്ചു. അഞ്ചിത. അനുശ്രീ എന്തേ? അനുശ്രീ ആരാ അഞ്ചിത അനുശ്രീനെ എടുത്തേക്കുന്നേ? ഓക്കേ. അപ്പൊ ഈ പാട്ട് എല്ലാവരും പഠിക്കും. നമ്മൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് അടുത്ത ക്ലാസ്സിലേക്ക് ഓർമ്മിച്ച് വെക്കണേ മക്കള്. നമ്മുടെ ടെക്സ്റ്റിന്റെ പേര് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതൊക്കെ പഠിക്കണം, ഓർമ്മിക്കണം. അപ്പൊ ഒന്നുകൂടി മിസ് അത് പാടാം. ആ ആ അമ്മ അമ്മ അമ്മയെ പോലെ മലയാളം. ആ ആ ആന 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 കേറാമല ആകാശം. അല്ലേ? ONV കുറിപ്പിന്റെ വരികളാണേ. നമുക്കതൊന്നും കൂടുതലായിട്ട് അറിയില്ല അല്ലേ? വലിയ മക്കളാകുമ്പോ പഠിക്കാം കേട്ടോ. അപ്പൊ ഒന്നുകൂടി പാടാം. എല്ലാരും ഒന്ന് പാടി നോക്കിയ മിസ്സിന്റെ കൂടെ. ഉറക്കെ പാടിക്കോ, ഒച്ചത്തില്. ആ ആ ആ അമ്മ അമ്മ അമ്മയെ പോലെ മലയാളം. ആ ആ ആന 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 കേറാമല ആകാശം. അപ്പോ നമ്മുടെ ക്ലാസ്സിന്റെ ടൈം കഴിയാറായി. ഇനിയിപ്പോ ഒരു 1 മിനിറ്റേ ഉള്ളൂ. ഓക്കെ. അപ്പൊ നിങ്ങൾ എല്ലാ മക്കളും പാട്ട് പാടി പഠിക്കണം. ആർക്കാണ്? ധൻദേവിനെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ധൻദേവേ എന്ത് പറ്റി? അതുപോലെ ജൂഡിന്റെ പേര് മിസ്സിന് മനസ്സിലായി കേട്ടോ, അമ്മയുടെ പേരാണെന്ന്. ചാറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ധൻദേവിനെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല ഇല്ല അല്ലേ? അപ്പൊ പാട്ട് പഠിക്കണേ. അപ്പൊ നമ്മുടെ സമയം കഴിയാറായേ. മിസ് ചിലപ്പോ പറയാതെ പോവും.